ഒരിക്കലും ഒന്നോ രണ്ടോ എക്സാം ക്ലിയർ ആവാൻ സാധിച്ചില്ല എന്ന് വിചാരിച്ച് ഒരിക്കലും ഡൗൺ ആവരുത്. അങ്ങനെ ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ട്രാക്കിലോട്ട് വരാൻ കുറച്ച് സമയം എടുക്കും. ആ സമയം കൂടെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പോസിറ്റീവായിട്ട് നിന്ന് നല്ലോണം പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ റിസൾട്ട് ഒരിക്കലും കിട്ടും. നമസ്കാരം, എൻ്റെ പേര് ദേവകി. ഞാൻ ആലപ്പുഴ മാവേലിക്കരയിൽ നിന്ന് വരുന്നു. ഞാനൊരു BSc അഗ്രികൾച്ചർ ഗ്രാജുവേറ്റ് ആണ്. മഹാരാഷ്ട്രയിലെ കോളേജ് ഓഫ് അഗ്രികൾച്ചർ പർബാനിയിൽ നിന്നാണ് ഞാൻ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തത്. ലാസ്റ്റ് ഇയർ 2023 ഏപ്രിൽ മന്തിലാണ് ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൽ നിന്നാണ് ഇങ്ങനെ ICD ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി അറിയുന്നത്. അങ്ങനെ 2023 മെയ് മന്തിൽ ഞാനിവിടെ വന്ന് ജോയിൻ ചെയ്തു. ഇത്തവണത്തെ SBI ക്ലർക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. ആദ്യമായിട്ടാണ് ഞാനൊരു മെയിൻസ് എക്സാം ക്വാളിഫൈ ചെയ്യുന്നത്. അതിന് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഇവിടുത്തെ ടീച്ചേഴ്സും ഇവിടുത്തെ മെറ്റീരിയൽസും എല്ലാമാണ്. ആദ്യം എനിക്ക് വന്നപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, എന്നെക്കൊണ്ട് ഇത് പറ്റുമോ എന്ന്. ഞാൻ കുറച്ച് നാളുകളായി മാത്സ് സബ്ജക്റ്റുമായിട്ടൊരു കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ആദ്യം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നത് ചെയ്യാൻ പറ്റുമോ, എന്നെക്കൊണ്ട് സാധിക്കുമോ എന്ന്. പക്ഷേ ഇവിടെ വന്ന ആദ്യത്തെ ഒരു 2-3 വീക്സിലെ ബേസ് ക്ലാസ്സിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി കുറച്ച് ട്രൈ ചെയ്താൽ ഇത് സാധിച്ചെടുക്കാൻ പറ്റുന്നതന്നെയാണ്. എല്ലാ ടീച്ചേഴ്സിൻ്റെയും ബേസ് ക്ലാസ്സുകൾ വളരെ യൂസ്ഫുൾ ആയിരുന്നു എനിക്ക്, എല്ലാ സബ്ജക്റ്റിനും. രമേശ് സാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസും പല രീതിയിൽ അപ്രോച്ച് ചെയ്യേണ്ട മെത്തേഡ്സ് ആയിരുന്നു പറഞ്ഞു തന്നിരുന്നത്. പിന്നെ അനുശ്രീ മിസ്, ഷമീം സാറ്, ഇവരെല്ലാവരും കൺസെപ്റ്റ്സ് നല്ലോണം മനസ്സിലാക്കി തന്നെ ആയിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇംഗ്ലീഷിന് RK സാറ്, കൃഷ്ണ സാറ്, ദിവ്യ മിസ്, ഇവരുടെ ക്ലാസ്സുകളിൽ നിന്ന് കിട്ടിയിരുന്ന വൊക്കാബുലറീസ്, അതുപോലെ തന്നെ ഗ്രാമർ, ഇതെല്ലാം എന്നെ നല്ലോണം സഹായിച്ചു. പിന്നെ റീസണിങ്ങിനും ടീച്ചേഴ്സ് നല്ല ക്വാളിറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ക്ലാസ്സിൽ കൊണ്ടു തന്നിരുന്നത്. അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം ആദ്യം എഴുതിയ എക്സാം IBPS ക്ലർക്കായിരുന്നു. പക്ഷെ അന്ന് എനിക്കത് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിച്ചില്ല. പിന്നീട് ഞാൻ കൂടുതൽ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. ഇവിടുത്തെ ലൈബ്രറിയിൽ ഇരുന്നായിരുന്നു ഞാൻ മെയിനായിട്ട് പഠിച്ചിരുന്നത്. രാവിലെ ഇവിടെ വന്ന് വൈകുന്നേരം വരെ ഇവിടെ ഞാൻ കാണും. ലൈബ്രറിയിലെ മെറ്റീരിയൽസ്, പിന്നെ ഇവിടുത്തെ ക്ലാസ്സിൽ ടീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസ്, ഡെയിലി ഇവിടുത്തെ ആപ്പിൽ നടത്തുന്ന മോക്ക് ടെസ്റ്റുകൾ, പിന്നെ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ക്ലാസ്സിൽ നടത്തുന്ന ടെസ്റ്റുകൾ, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയും ഇതിനകത്തിൽ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് എല്ലാം പിന്നീട് വർക്കൗട്ട് ചെയ്ത് അങ്ങനെ മേക്കപ്പ് ചെയ്തായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ എനിക്ക് പിന്നീട് ഉണ്ടായിരുന്ന IBPS PO പ്രിലിംസ്, SBI PO പ്രിലിംസ്, ഇതൊക്കെ ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിച്ചു. പക്ഷെ അന്നേരം എനിക്ക് മെയിൻസ് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഞാൻ മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ട് നല്ലോണം പഠിച്ചിരുന്നില്ല, GKയും കറക്റ്റായിട്ട് ഫോളോ ചെയ്തിരുന്നില്ല. അതിനുശേഷം ഞാൻ ആ ഒരു കുറവ് മനസ്സിലാക്കി പിന്നെ അത് മേക്കപ്പ് ചെയ്യാനായിട്ട് കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരുന്നു. ആ ഒരു ടൈം ആയപ്പോഴത്തേക്ക് ഇവിടെ ക്ലാസ്സുകളിൽ മെയിൻസ് ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ടോപ്പേഴ്സ് ക്ലാസ്സുകളിൽ എല്ലാ ടീച്ചേഴ്സും പ്രൊവൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് മെയിൻസ് ലെവലിൽ ഉണ്ടായിരുന്ന നല്ല ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതെല്ലാം വർക്കൗട്ട് ചെയ്യുകയും പിന്നെ അതുപോലെ തന്നെ എല്ലാ വീക്കിലും ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഞാൻ സെക്ഷണൽ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി മെയിൻസിൻ്റെ. അത് പിന്നെ അതിനകത്ത് നിന്ന് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് പിന്നീട് ഇരുന്ന് വർക്കൗട്ട് ചെയ്യുകയും അങ്ങനെ കൂടുതൽ ടൈം മെയിൻസിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ മാറ്റി വെക്കാനായിട്ട് തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ GKയും ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി ഞാൻ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇവിടുത്തെ JK സാറിൻ്റെ പ്രൊവൈഡ് ചെയ്യുന്ന വീക്ക്ലി ജനറൽ നോളജ് മെറ്റീരിയൽസ് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൂടാതെ എക്സ്ട്രാ ഉണ്ടായിരുന്ന ബാങ്കിങ് അവയർനെസ് ഇതും പഠിച്ചുകൊണ്ട് പോയി. അങ്ങനെയാണ് എനിക്ക് ഇത്തവണത്തെ SBI ക്ലർക്ക് മെയിൻസ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിച്ചത്. ഇനി വരാനുള്ളവരോട് പറയാനുള്ളത്, നിങ്ങൾ നല്ലോണം വർക്ക് ചെയ്യണം. വർക്ക് ചെയ്താൽ മാത്രമേ നമുക്കിതിൻ്റെ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസ്, പുറത്തു നിന്നുള്ള മെറ്റീരിയൽസ്, ഏതെല്ലാം ക്വസ്റ്റ്യൻസ് കിട്ടിയാലും എല്ലാം വർക്കൗട്ട് ചെയ്യണം നിങ്ങൾ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവരുത്, ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് പരിചയമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാനായിട്ട് നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പോയേ പറ്റൂ. എല്ലാ സബ്ജക്റ്റിനും അങ്ങനെ തന്നെ പോകണം. പിന്നെ ഒരിക്കലും ഒന്നോ രണ്ടോ എക്സാം ക്ലിയർ ആവാൻ സാധിച്ചില്ല എന്ന് വിചാരിച്ച് ഒരിക്കലും ഡൗൺ ആവരുത്. അങ്ങനെ ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ട്രാക്കിലോട്ട് വരാൻ കുറച്ച് സമയം എടുക്കും. ആ സമയം കൂടെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പോസിറ്റീവായിട്ട് നിന്ന് നല്ലോണം പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ റിസൾട്ട് ഒരിക്കലും കിട്ടും. ഇവിടെ പഠിക്കുന്നവർക്കും ഇനി വരുന്നവർക്കും എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.